Hello friends, എല്ലാവർക്കും ടെക്നിക്കൽ ബസറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഫോട്ടോയിൽ എന്തെങ്കിലും ബ്ലറും കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ക്ലിയർ കുറവോ അല്ലെങ്കിൽ അതിനൊക്കെ നോയ്സും അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും ചിലപ്പോൾ ആണെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ഫോട്ടോകൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കൂട്ടാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ വാട്സപ്പിലൊക്കെ നിങ്ങൾ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് ക്ലിയറൊക്കെ കുറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ടൊക്കെ അയക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആണെങ്കിൽ ക്ലിയറൊക്കെ കുറവായിരിക്കും. അങ്ങനത്തെ ഫോട്ടോസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ക്ലാരിറ്റി കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ നിങ്ങൾക്ക് കളർ രൂപത്തിലേക്ക് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ക്രാച്ചോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പോക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളൊരു ഫോട്ടോയിൽ ഒരു ആനിമേഷൻ രീതിയിലേക്ക് മാറ്റാൻ പറ്റും. അതായത് നിങ്ങളുടെ ഫോട്ടോ ഒന്ന് അനങ്ങുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒന്ന് ചിരിക്കുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഒരു വരക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഫോട്ടോസ് ഇങ്ങനെ വരച്ച് കൊണ്ടുവരുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഒരു ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് സൈൻ ചെയ്യുമ്പോൾ പറയും, അല്ലെങ്കിൽ നിങ്ങൾ ഇമെയിലുമായിട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടുമായിട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കുക. സൈൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരും. അവിടെ നിങ്ങൾക്ക് ഒരുപാട് ടൂളുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് എൻഹാൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു എൻഹാൻസ് ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസ് ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഫോട്ടോസ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്ന് ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ക്രോപ്പ് ചെയ്യുക. ഒന്ന് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ഒന്ന് ആ ഒരു ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കുറച്ചൊന്ന് ലോഡ് ചെയ്യുന്ന ശേഷം ചിലപ്പോൾ ആണെങ്കിൽ ഒരു പരസ്യം വരും. ചിലപ്പോൾ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ പരസ്യം വന്ന ശേഷം നിങ്ങൾക്ക് അവിടെ ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബിഫോർ ആൻഡ് ആഫ്റ്റർ അത് രണ്ട് രീതിയിലേക്ക് നീക്കിയിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റത്തെ ഫോട്ടോ കുറച്ച് ക്ലിയർ കുറവുള്ള ഫോട്ടോ ആയിരുന്നു. അത് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എൻഹാൻസ് ചെയ്യാം. ഒരു ഫോട്ടോസൊക്കെ ഇങ്ങനെ ക്ലിയർ കൂട്ടാൻ പറ്റും. അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻഹാൻസ് പ്ലസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കൂട്ടാനുള്ള ഒരു ഓപ്ഷനാണ്. പക്ഷേ ഇതിന് വേണ്ടി നിങ്ങൾ കുറച്ചൊന്ന് പൈസ ഒക്കെ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അപ്പുറത്തൊരു ഓപ്ഷൻ ഉണ്ടാവും, വീഡിയോ എൻഹാൻസിങ് എന്നുള്ള. ആ ഒരു വീഡിയോ എൻഹാൻസിങ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോയിലെ ക്ലാരിറ്റി പറഞ്ഞുള്ള വീഡിയോയിലെ ക്ലിയർ കൂട്ടാൻ പറ്റും. പക്ഷേ അതിനും ഒരു പൈസ കൊടുക്കണം. അപ്പോൾ ബാക്കിയിലൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കളറൈസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഒരു കളറൈസ് ഓപ്ഷൻ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുക്കുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുത്തതിന് ശേഷം ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്രോപ്പ് ചെയ്യുക. എന്നിട്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഒന്ന് ലോഡ് ചെയ്യാം. ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ നിങ്ങൾക്ക് കളർ രൂപത്തിലേക്ക് മാറുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് അത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ സേവ് ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ടൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ പെയിൻറ്റ് എന്നുള്ള ഓപ്ഷനാണ്. നിങ്ങളുടെ ഫോട്ടോസ് ഒന്ന് ഒരു പെയിൻറ്റ് ചെയ്ത രീതിയിലേക്ക് മാറ്റാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഫോട്ടോ ആയിട്ട് കിട്ടാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഒരു ഫോട്ടോ ഒരു പെയിൻറ്റ് ചെയ്ത ഒരു ഫോട്ടോ ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അതിന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് മോർ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു മോർ ഓപ്ഷൻ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ ഒരുപാട് ടൂളുകൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങളുടെ ഫോട്ടോ വരയ്ക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ ഒരു ആനിമേഷൻ രീതിയിലേക്ക് മാറ്റും. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 5 ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ 5-ൽ കൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചില ആ ഒരു അക്കൗണ്ട് വഴി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയും. അതിന് കുറച്ച് പൈസയൊക്കെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു അക്കൗണ്ട് ഒന്ന് സൈൻ ഔട്ട് ചെയ്തിട്ട് വേറൊരു അക്കൗണ്ടിൽ നിങ്ങൾ വീണ്ടും തുടങ്ങുക. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു ട്രിക്ക്. നിങ്ങൾക്ക് വേറെ ട്രിക്ക് എന്നറിയാം, ഇതന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ഫോട്ടോസൊക്കെ ഒരു ദിവസം കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സൈൻ ഔട്ട് ചെയ്തിട്ട് വേറൊരു അക്കൗണ്ടുമായിട്ട് ഒന്ന് സൈൻ ഇൻ ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് സാധാരണ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.